ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ചൊരു സാമ്പാറാണ്. അതിനായി നമുക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായി എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാമാണ്. അതെല്ലാം ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഗ്യാസ് സിമ്മിലോട്ട് വയ്ക്കാൻ മറക്കരുത്. എല്ലാം അതിലോട്ട് ചേർത്തതിനു ശേഷം അത് നന്നായി ഫ്രൈ ആക്കുക. ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലും ആഡ് ചെയ്യുക. അതെല്ലാം നന്നായി ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാമ്പാറിന് ആവശ്യമായ തുവരപ്പരിപ്പ് എടുത്ത് നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് ഒരു 2 വിസിൽ കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം മാറിയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അത്യാവശ്യത്തിനായ ഉപ്പും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാവുന്നതാണ്. അടച്ച് വെച്ച് ഒരു വിസിലിട്ട് വേവിക്കുക. ഒരു വിസിലിട്ട് വേവിച്ചതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിലോട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. അതെല്ലാം പിഴിഞ്ഞ് ആ പുളിവെള്ളം അതിലോട്ട് ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാല അതിലോട്ട് ചേർക്കുക. സാമ്പാർ മസാല ചേർത്തതിനു ശേഷം നന്നായി തിളയ്ക്കുക. തിളച്ചതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് കടുക് വറുത്ത് എടുക്കാവുന്നതാണ്. If we tried it, we can make it. But don't we ever just take some chances and